അപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തം വളരെ നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും എന്ത് വേണോ സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കഥ ഇപ്പോൾ കുറച്ച് ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗാഥയുടെ ജന്മരഹസ്യം പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദിവരം തറവാടിന്റെ അസ്ഥിത്തറ തന്നെ നാശനഷ്ടമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ അർജുൻ ഇല്ലാത്തതും പിന്നെ അവിടെ അരുന്ധതി ഇല്ലാത്തതും അവിടെ ഒരു കുറവാണ്. അതിൻ്റെ കൂടെ ഈ ഒരു പ്രശ്നം കൂടി ഉള്ളപ്പോൾ അവിടെ എല്ലാവരെയും അടിച്ച് പിരിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് മാത്രമല്ല, പക്ഷേ ഗാഥയെ ബാലാജിയുടെ കൂടെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാലാജി തന്നെ ഈ സത്യങ്ങൾ മറ്റുള്ളവരോട് പറയും. അപ്പോൾ ഇനി എന്ത് തീരുമാനമായിരിക്കും ഇനി മഹേശ്വരൻ എടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു ടെൻഷനിലാണ് നന്ദയും ഗാഥയും നിൽക്കുന്നത്. കാരണം തൻ്റെ അച്ഛൻ എങ്ങോട്ട് പോയി എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ എന്തോ ഒരു ആപത്തിൽ പെട്ടു എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇനി എങ്ങനെ ആ കാര്യം അറിയാൻ പറ്റും, അച്ഛൻ എവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ലക്ഷ്മി റൂമിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ലക്ഷ്മി വന്നോടനെ തന്നെ അവർ രണ്ടുപേരും ഈ റൂമിലുണ്ട്. അപ്പം എന്തിനാണ് നിങ്ങൾ ഈ കഥ അടച്ചിരിക്കുന്നത് എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നന്ദ പറയുന്നത്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഗാഥയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുവാണെന്ന് പറയുകയും പക്ഷെ ആ സമയത്ത് ഒരു ബുക്ക് തറയിൽ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ലക്ഷ്മി പറയുവാണ്, നിങ്ങൾ ബുക്ക് തറയിലിട്ടിട്ടാണോ പഠിക്കുന്നത്, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്താണ് നന്ദ ആ ഒരു ബുക്ക് ശ്രദ്ധിച്ചത്. പക്ഷെ ആ ബുക്ക് മാത്രമല്ല, ബുക്കിന്റെ പുറത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ ഗാഥയും മഹേശ്വരനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അമ്മ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അങ്ങനെ നന്ദ ഓടിച്ചെന്ന് ആ ബുക്ക് എടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല അമ്മേ, ഞാൻ എടുത്തോളാം എന്ന് പറയുകയും അങ്ങനെ ആ ഒരു അച്ഛൻ എവിടെ പോയാലും ആഹാരം കഴിക്കേണ്ട സമയമല്ലേ, നിങ്ങൾ എന്തായാലും താഴോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ലക്ഷ്മി പുറത്തോട്ട് പോവാണ്. പക്ഷേ ഇനി അച്ഛൻ എവിടെ പോയി എന്നൊരു സങ്കടത്തിൽ ഗാഥയും നന്ദയും കൂടി ഇവിടെ നിൽക്കുമ്പോൾ അവർക്കെതിരെ വലിയൊരു ഗൂഢാലോചനകളാണ് മോഹിനിയും പവിത്രയും പിങ്കിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിങ്കി മോഹിനിയോട് പറയുന്നുണ്ട്, ഇവിടെ എന്തോ നമ്മൾ അറിയാത്ത എന്തോ ദുരൂഹതകൾ ഇങ്ങനെ കരിഞ്ഞു പോകുകയുമാണ്. കാരണം ഗാഥ ആ ഒരു അപ്രതീക്ഷിത നിമിഷത്തായിരുന്നു നന്ദയും ഗാഥയും കണ്ടുമുട്ടിയത്. പക്ഷെ ഇപ്പോൾ അവർ ഭയങ്കര അടുത്ത സഹോദരങ്ങളായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ അത് മാത്രമല്ല, മഹേശ്വര അച്ഛനും ഇപ്പം ഭയങ്കര ടെൻഷനിലാണ്. എന്തോ വലിയൊരു പ്രശ്നം ഉള്ളിലുണ്ട്. ഇപ്പം ഗാഥയ്ക്കും നന്ദയ്ക്കും മഹേശ്വരനും മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യമുണ്ട്. പക്ഷെ അത് ലക്ഷ്മി അമ്മായിക്ക് അറിയാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മനസ്സിൽ വെക്കാതെ തുറന്നു പറഞ്ഞേനെ. അപ്പം ലക്ഷ്മി അമ്മായിക്കും അറിയത്തില്ല. അപ്പം ഇവർക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒരു ദുരൂഹത ഇവിടെയുണ്ട്, എന്തോ ഒരു രഹസ്യമുണ്ട്. അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ ഒരു രഹസ്യം കണ്ടുപിടിച്ചാൽ ഇവിടെ പുകയുന്ന ഈ ഒരു പ്രശ്നങ്ങളും പിന്നെ ഗാഥ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു തീപ്പൊരി നമുക്ക് ലഭിച്ചിരിക്കും എന്ന് പിങ്കി പറയുന്നുണ്ട്. ആ സമയത്താണ് പവിത്ര ഓടി വന്നിട്ട് നന്ദയും നമ്മുടെ ഗാഥയും കൂടി പുറത്ത് നിൽക്കുവാണെന്നും അച്ഛനെ കാത്ത് നിൽക്കുകയാണ് എന്ന് അവിടെ പിങ്കിയോട് പറയുന്നുണ്ട്. അപ്പൊ പിങ്കിക്ക് മനസ്സിലായി എന്തോ ഇവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. എന്തായാലും മഹേശ്വരൻ വന്നതിന് ശേഷം ഇവരോട് എന്താണോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോഴറിയായിരിക്കും, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് കിട്ടും, അതിൽ നിന്ന് നമുക്ക് പിടിച്ചു കയറാം. അപ്പോൾ എന്തായിരിക്കും സംഭവം എന്ന് നമുക്ക് മനസ്സിലാകും എന്ന് പിങ്കി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ടെൻഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലാജി മഹേശ്വരനും തമ്മിൽ വലിയൊരു വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹേശ്വരൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഒരു കേസിനെ മൊഴിമാറ്റി പറയാമെന്നും ഗാഥ തിരിച്ച് എനിക്ക് തന്നെ വേണം, ആ ഒരു കേസിൽ അവൾ ഒരിക്കലും കോടതിയിലോട്ട് വന്ന മൊഴി അനുകൂലമായിട്ട് പറയത്തില്ല, നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രമേ പറയത്തുള്ളൂ, അതുകൊണ്ട് എന്നെ അവളെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് കെഞ്ചി കരഞ്ഞ് പറഞ്ഞെങ്കിൽ പോലും അവിടെ ബാലാജി ഒന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായില്ല. എന്തൊക്കെ ഡിമാൻഡ് വെച്ചാലും ബാലാജിക്ക് അതൊന്നും വേണ്ട. ഗാഥയെ തിരിച്ച് ഇങ്ങോട്ട് എത്തിച്ചാൽ മാത്രം മതി, ഗാഥയ്ക്ക് നല്ല ഒരു ശമ്പളവും കിട്ടും, നല്ല ജീവിതമായിരിക്കും അവൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും മുംബൈയിലോട്ട് ഞാൻ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു എന്ന് അവിടെ ബാലാജി പറയുന്നുണ്ട്. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും എൻ്റെ മകളെ എനിക്ക് ഞാൻ എൻ്റെ ചോരയിൽ പറഞ്ഞ് എൻ്റെ മകളെ വിട്ടുതരാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ കുഞ്ഞിനെ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രഹസ്യങ്ങളെല്ലാം ബാലാജി ഇന്ദിവരത്തുള്ള എല്ലാവരെയും അറിയിക്കും. പ്രത്യേകിച്ച് ഗൗതമിനെയോ ലക്ഷ്മിയോ എല്ലാവരെയും അറിയിക്കും എന്നൊരു ഭീഷണിയും കൂടി ബാലാജിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അത് മാത്രമല്ല ഹേമന്തിനെയും കൂടി ബാലാജി അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് തീരുമാനിച്ചു? അവസാനം ഒരു രക്ഷയുമില്ലാതെ മഹേശ്വരൻ ബാലാജിയുടെ ഡിമാൻഡിന് ഓക്കെ പറയുകയും ഹേമന്തിന്റെ കൂടെ ഗാഥയെ പറഞ്ഞു വിടാം എന്ന് വാക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലാജി പറയുന്നുണ്ട്, എന്തായാലും ഇനി പൊയ്ക്കോ, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും വരത്തില്ല, സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. എന്നിട്ട് ഒരു വിഷക്കുപ്പിയും കൂടി മഹേശ്വരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ ഒരു കുപ്പിയിൽ നല്ല കൊടും വിഷമാണ്,
അപ്പോൾ നിങ്ങളെ എന്തെങ്കിലും ഈ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാതെ എന്തെങ്കിലും മാറ്റി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു രഹസ്യം എല്ലാവരെയും അറിയിക്കും. അപ്പോൾ ഈ വിഷം കുടിച്ച് മരിക്കാനായിട്ട് നല്ലതാണ്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ബാലാജി അവിടുന്ന് മഹേശ്വരനെ പറഞ്ഞയക്കുന്നത്. പക്ഷെ ഒരിക്കലും തൻ്റെ മകളെ എനിക്ക് വിട്ടുകൊടുക്കാനും പറ്റത്തില്ല, എൻ്റെ സ്വന്തം കുടുംബത്തെ എനിക്ക് നശിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ രണ്ടും കെട്ട അവസ്ഥയിലാണ് അവിടെ മഹേശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ മഹേശ്വരൻ നേരെ വരുമ്പോഴത്തേക്കും നന്ദയും ഗാഥയും ഓടിച്ചെന്ന് കാര്യം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മഹേശ്വരൻ നന്ദയോടും ഗാഥയോടും പറയുവാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഗാഥയെ ഹേമന്തിന്റെ കൂടെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല, ഇപ്പൊ വിട്ടുകൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ രാജേന്ദ്രൻ എന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ലായിരുന്നു എന്നുള്ള ഒരു സത്യം മറ്റുള്ളവരോടും കൂടി പറയേണ്ടി വരും. അപ്പൊ എല്ലാ രഹസ്യങ്ങളും പുറത്താകും. പിന്നെ ഹേമന്തിന്റെ കൂടെ വിടുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഗാഥയുടെ ജീവൻ അതോടെ പോയി, ബാലാജി പിന്നെ ഗാഥയെ വെച്ചിരിക്കത്തില്ല എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ പിന്നെ ബാലാജി എതിർത്ത് കഴിഞ്ഞാലും ഈ ഒരു സത്യം മറ്റുള്ളവർ അറിയും. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി വരുന്നത്. അപ്പോൾ ലക്ഷ്മി വന്ന ഉടനെ തന്നെ മഹേശ്വരന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ല ഒരുപാട് കറികളൊക്കെ വെച്ച് നല്ല സദ്യ പോലെ ഒരുക്കി വെച്ചിട്ടും മഹേശ്വരൻ എവിടെ പോയി എന്ന് ചോദിക്കുകയും ഓരോ കാര്യങ്ങൾ കുത്തി ചോദിക്കുന്ന സമയത്താണ് മഹേശ്വരൻ പറഞ്ഞത്, ഞാൻ നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുറത്തു പോയത്, ഗാഥയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെയും വീട്ടുകാരെയും കാണാൻ വേണ്ടി പോയിരുന്നു, ഹേമന്തിനെ കണ്ടു, വീട്ടുകാരെ കണ്ടു, അങ്ങനെ കല്യാണം ഏകദേശം പറഞ്ഞു ഉറപ്പിച്ചു. പക്ഷെ ഇപ്പോൾ കല്യാണം എന്തായാലും നടത്താനായിട്ട് അവർ ഒരുക്കമല്ല, അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അതിനുശേഷമായിരിക്കും വിവാഹം എന്ന് ലക്ഷ്മിയോട് മഹേശ്വരൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ലക്ഷ്മി ഗാഥയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ ഗാഥയോട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല സത്യം എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നന്ദയ്ക്കോ ഗാഥയ്ക്കോ ഒന്നും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ലക്ഷ്മി പോയതിനു ശേഷവും മഹേശ്വരൻ ഗാഥ അവരെ കൂടെ പറഞ്ഞയക്കത്തില്ലേ. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ഇനി എന്തായിരിക്കും മാർഗം? ഒരിക്കലും ഒരാളോടും നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷേ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തന്നെ തകർന്നു പോകും. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയേ പറ്റുമെന്ന് ആലോചിച്ച് നന്ദയും ടെൻഷനിൽ ഇരിക്കുവാണ്. പക്ഷേ അവിടെ ബാലാജിയും ഹേമന്തും കൂട്ടാളികളും കൂടി ഈ ഒരു സന്തോഷം വാവച്ചനും അതിൻ്റെ ഒപ്പം ഉണ്ട്. അങ്ങനെ ഈ ഒരു സന്തോഷം പങ്കുവെച്ചുള്ള ഒരു പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ബാലാജിയുടെ കൂടെ ഗാഥയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അതോടെ അവളുടെ ജീവിതം തകരും എന്ന് ഉറപ്പാണ്. പക്ഷേ ഇത് പറഞ്ഞയക്കാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ ഇതിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും സത്യങ്ങൾ മറ്റുള്ളവർ അറിയുമോ, അതോ ഇനി ഇതിൽ നല്ലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.